അശ്വന്ത് കോക്ക് ഒരു സിനിമാ നിരൂപകനാണ് ആ അർത്ഥത്തിൽ. അദ്ദേഹത്തെ കേൾക്കുന്ന മനുഷ്യരുണ്ട്. അദ്ദേഹത്തെ കേട്ട മനുഷ്യർ അംഗമട്ടഹാസം വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ രോഷാകുലരാകുന്നതിലൊരു അർത്ഥമില്ല. അപ്പോൾ അശ്വന്ത് കോക്കിനെ കേൾക്കുന്ന ഒരു വലിയൊരു പോപ്പുലേഷൻ ഇവിടെയുണ്ട്. അപ്പോൾ അത് മുഖ്യധാരയിലില്ലാത്തത് കൊണ്ട്, അത് നമ്മൾ സാമ്പ്രദായികമായിട്ടുള്ള പരമ്പരാഗതമായ നമ്മളതുപോലെ ട്രഡീഷണൽ ചാനലിലൊന്നും അത് വരുന്നില്ല, അതിൻ്റെ ഭാഗമാവുന്നില്ല. സിനിമ റിവ്യൂ, ദ സോ കോൾഡ് ഹൈ പ്രൊഫൈൽ സിനിമ റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് അത് വരുന്നില്ല എന്നുള്ളതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. നോക്കൂ, നമ്മൾ കാണാത്ത ഒരു സബ് ടെറൈൻ ഇവിടെയുണ്ട്, ഒരു സബ് കൾച്ചർ ഇവിടെയുണ്ട്, ഒരു പാരൽ വേൾഡ് ഇവിടെയുണ്ട്. അതിനകത്ത് പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവർ കാര്യങ്ങൾ അവരൊരു ഡിസൈസീവ് ഫോഴ്സായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ. നമ്മൾ ആ ലോകത്ത് ഇടപെടാത്തത് കൊണ്ട് നമ്മൾ അവരെ സബ് ടെറൈനോ സബ് കൾച്ചറിനോ പാരൽ വേൾഡെന്നോ പറയുന്നു. അവർ ചിലപ്പോൾ നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടാവും നമ്മൾ പാരൽ വേൾഡാണ്. അങ്ങനെയൊരു പ്രശ്നമുണ്ട്. ഇത് ഏതാണ് റിയൽ വേൾഡ്, എന്താണ് മെയിൻ സ്ട്രീം വേൾഡ്, ഏതാണ് പാരൽ വേൾഡ് എന്നൊക്കെ വേറെ തർക്ക വിഷയമാണ്. അപ്പം ഇങ്ങനൊരു ലോകം ഇവിടെ ഉണ്ട്. അശ്വന്ത് കോക്കിനെ കേൾക്കുന്ന അത് മനസ്സിലായത് മറ്റേ ഈ ബുൾജെറ്റുകാർ കേരളം കത്തിക്കുമെന്ന് പറഞ്ഞു. അവർ വിചാരിച്ചു അതാണ് റിയൽ വേൾഡ് എന്ന് വിചാരിച്ചു. അതിനും ഇതേമാതിരി ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതൊരു ഒരു വളരെ ഫോഴ്സ്ഫുള്ളായിട്ടൊരു ഫാക്ടറാണ്. അവർ ഡിസൈസീവാണ്. അവർ ഫിലിമിൽ മാത്രമല്ല പൊളിറ്റിക്സിലും ഡിസൈസീവാണ്. എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ വി.ഡി. സതീശൻ്റെ സ്വീകാര്യതയിൽ ഒരു ഘടകം ഈ സബ് ടെറൈൻ വേൾഡാണ്. പ്രത്യേകിച്ച് മറ്റേ ഇതടിച്ചല്ലോ, ഏത് മോഡിഫിക്കേഷൻ. അത് നമുക്ക് പൊളിക്കാടാ എന്ന് പറഞ്ഞില്ലേ, പൊളിക്കാൻ ഇദ്ദേഹത്തിന് പറ്റുമെന്നുള്ള വേറെ ചോദ്യം. പക്ഷെ അത് അതിഭീകരമായി സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളറിയാത്ത, നമ്മൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ അമ്മാവന്മാർ അറിയാത്ത ഒരു ലോകമുണ്ട്. അവിടെ പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതെല്ലാം മോശം കാര്യമാണെന്ന് നമ്മൾ വിധി ചെയ്തണ്ട. വളരെ ഗംഭീരമായുള്ളൊരു ഡിബേറ്റ് ഉണ്ട്. അവിടെ ഡിബേറ്റ് ഉണ്ട്. അവർക്ക് അവരുടേതായ വൊക്കാബുലറി ഉണ്ട്, അവരുടേതായ ലെക്സിക്കൻ ഉണ്ട്, അവരുടേതായ പ്രയോറിറ്റി ഫ്ലേവേഴ്സ് എല്ലാം ഉണ്ട്. അതുകൂടെ ഞാൻ പറയുന്നു, നമ്മളെ പാരൽ വേൾഡ്, സബ് ടെറൈൻ വേൾഡ്, ഈ വാക്കുകൾക്ക് പോലും പ്രസക്തിയില്ല. ദാറ്റ്സ് ഓൾസോ പാർട്ട് ഓഫ് അവർ സൊസൈറ്റി എന്ന് മനസ്സിലാക്കുക. അശ്വന്ത് കോക്ക് ഒരു സിനിമാ നിരൂപകനാണ് ആ അർത്ഥത്തിൽ. അദ്ദേഹത്തെ കേൾക്കുന്ന മനുഷ്യരുണ്ട്. അദ്ദേഹത്തെ കേട്ട മനുഷ്യർ അംഗമട്ടഹാസം വന്ന് കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരിൽ നമ്മൾ രോഷാകുലരാകുന്നതിലൊരു അർത്ഥമില്ല.